ആ ഇജ്ജ് വന്നാ? ഞാൻ വാതിലവിടെ കുറ്റിയിട്ടിട്ടുണ്ടായിരുന്നില്ല. എന്താ എന്റെ മുഖത്തിനൊരു മാറ്റൊക്കെ? എന്തേ ഇജ്ജ് കരഞ്ഞിക്കണാ? അതിമ്മ ഞാനേ കോളേജ് വിട്ട് വരുമ്പോ അങ്ങാടിന്ന് ഏളാപ്പാനും ഏളാമാനൊക്കെ കണ്ടിരുന്നു. അപ്പൊ ഞാൻ കൊറേ വിളിച്ച പോലെ ഓരിമ്മ എന്നെ കണ്ടിട്ടും മെയിൻ്റെ ചെയ്യാതെ പോയിക്ക. കുട്ടികളൊക്കെ എന്നിട്ട് ഇങ്ങനെ നോക്കി ചിരിക്ക. ഓരെന്നെ കണ്ടിക്കണ്, അത് ഉറപ്പാണ്. ഞാൻ വിളിക്കണവും കേട്ടിക്കണ്, എന്നെ കാണും ചെയ്തിക്കണ്. കണ്ടതിനോട് കൂടിയിട്ട് വേഗം പോയി വണ്ടി എടുത്തുകൊണ്ടാണ് പോയി. അത് സാരമില്ലടി, ഉമ്മടെ കുട്ടി വിഷമിക്കണ്ട. ഓൽക്കൊക്കെ ഇപ്പൊ ഉണ്ടാവുമ്പോളെ നമ്മളൊക്കെ പറ്റീന്നുള്ളൂ. ഇപ്പൊ മനസ്സിലാക്കാലോ, പൈസ ഓർക്കൊക്കെ ഇഷ്ടം. പൈസ ഉള്ളവരെ അടുത്തേക്ക് മാത്രമേ ഓലൊക്കെ വരുള്ളൂ എന്നുള്ളത്. നമ്മളൊന്നുമല്ലല്ലോ, നമ്മളെ അടുത്ത് ഒന്നും ഇല്ലല്ലോ. പിന്നെ ഓൽക്ക് നാണക്കേടേക്കാരം, നമ്മള് വാടകപ്പെരയിലല്ലേ. അതൊക്കെ ഏക്കാരം ഓലെ മനസ്സില്. ഇജ്ജ് അതൊന്നും ആലോചിച്ച് വിഷമിക്കൊന്നും വേണ്ട. നമ്മക്ക് നമ്മള് മാത്രം മതി, വേറെ ആരും വേണ്ട. ഇപ്പൊ മരിച്ചിട്ട് ഇപ്പൊ എത്രയും കാലമായിട്ട് ഓലാരും ഒന്നും തിരിഞ്ഞു നോക്കിയിട്ടൊന്നും ഇല്ലല്ലോ. ഇതിന്റെ ഉള്ളിൽ എന്തെങ്കിലും ഒരു സാധനം ഉണ്ടോന്ന് പോലും ഓലാരും ചോദിച്ചിട്ടില്ല. ഉപ്പാന്റെ പെരക്കാരെ മാത്രം കുറ്റം പറഞ്ഞിട്ടും കാര്യമില്ല, നിന്റെ പെരക്കാരും അങ്ങനെ തന്നെയല്ലേ. ഇജ്ജ് അതൊന്നും ആലോചിച്ചിട്ട് സങ്കടപ്പെടണ്ട. ഈ പോയി ചായ എടുത്ത് കുടിച്ചാ, ഞാൻ അവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഞാൻ കുടിച്ചോളാം. പാവാണ് ഈ കുട്ടികൾക്കൊക്കെ, എന്താ അറിയാം. ഓളൊക്കെ ഒരു പൊലിവില് വിളിച്ചതേക്കാരം ഓലെ കണ്ടപ്പോ. കുട്ടികൾ അല്ലേ സുലു മുറ്റടിച്ചു വരിക? ആ കാക്ക, എന്താ പാട്? എന്താ കൊഴപ്പൊന്നുമില്ല, ഇങ്ങനെ പോണ്. അപ്പൊ കാര്യങ്ങളൊക്കെ എങ്ങനെ നടക്കണു? എന്ത് കാര്യങ്ങള്? എന്ത് കാര്യങ്ങളാ നിങ്ങൾ ഉദ്ദേശിച്ചേ? അതെടി, ചെലവും കാര്യങ്ങളൊക്കെ കാര്യ ചോദിച്ചത്. ആ അതോ, ഞാൻ പണിക്ക് പോകണ്ടല്ലോ. അപ്പൊ ഒരാഴ്ചയായിട്ട് പണിയൊക്കെ കുറവാണ്. മഴയൊക്കെ അല്ലേ, അപ്പൊ അവിടെ പുറം പണി ഒന്നും ഇപ്പൊ ഇല്ലാന്നാ പറഞ്ഞത്. പിന്നെ അടുക്കളത്തെ പണികളൊക്കെ പിന്നെ ഓലെന്നെ ചെയ്യും. അന്റെ പെണ്ണില്ല അവിടെ? എവിടെ? ആ ഓളവിടെ അകത്തുണ്ട്. ആ ഞാനേ ഒരു കാര്യം പറയാൻ വേണ്ടിട്ട് വന്നതേന്ന്. എന്താവശ്യം ഉണ്ടെങ്കിലും എന്നോട് പറയട്ടോ. അന്ന് എന്റെ മാപ്പിള ഉണ്ടായിരുന്ന അന്നക്ക് ഒന്നിനും പറ്റിയിരുന്നില്ല. അപ്പൊ നിങ്ങൾ എന്റെ മാപ്പിള മരിക്കാൻ കാത്തിക്കായിരുന്നുല്ലേ എന്നോട് വന്ന് വർത്താനം പറയാന്? പിന്നെ നിങ്ങൾ ഉദ്ദേശിക്കണ പോലത്തെ ഒരു പെണ്ണൊന്നല്ല ഞാന്. നിന്റെ കയ്യിൽ ഇതാ ചൂലും പട്ടയാണ്. അതായിട്ട് ഒന്നും തന്നിട്ടുണ്ടെന്നുണ്ടെങ്കിലേ വിവരാണ്ട് അറിയും. വേണ്ടാന്നുണ്ടെങ്കിൽ നിങ്ങൾ വേറെ സ്ഥലം വിടാൻ നോക്കി. നിങ്ങൾ എന്താ വിചാരിച്ചത് ഞാൻ നിങ്ങൾ ഉദ്ദേശിക്കണ പോലത്തെ ഒരു പെണ്ണാണെന്നോ? നോക്ക്, എന്റെ മാപ്പിള ഉണ്ടാവുമ്പോഴേ നിങ്ങക്ക് ഭയങ്കര ചൊറിച്ചിലേ നിന്നെ കാണുമ്പോ. ഇപ്പൊ മാപ്പിള ഇല്ലല്ലോ, അപ്പൊ ചോദിക്കാനും പറയാനൊന്നും ആരും ഇല്ലാച്ചിട്ട് കേൾക്കാരല്ലേ. ഞാനൊന്നും ഉദ്ദേശിച്ചു പിന്നെ വന്നോന്നില്ല. നിങ്ങൾ എന്ത് ഉദ്ദേശിച്ചിട്ടപ്പൊ എന്റെ അടുത്തേക്ക് വന്നത്? മാപ്പിള ഇല്ലാന്നുള്ളൂ, എന്റെ കയ്യിനല്ല ബലാണ്. മോറടക്കി ഒന്ന് തന്നിട്ടുണ്ടെന്നുണ്ടെങ്കിലേ പിന്നെ നിങ്ങളെ പെണ്ണുങ്ങളുണ്ടല്ലോ, ഓളെ വിചാരിച്ചിട്ട് മാത്രമാണ് ഞാൻ ഓടൊന്നും മുണ്ടാതെ നിക്കണത്. അത് എന്റെ ഒരു ഉറ്റ സുഹൃത്തല്ലേ എന്ന് വിചാരിച്ചിട്ട്. കേറി 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 തലേ കേറി കൊത്തേ. ആ എന്നാ വേഗം പോവാൻ നോക്കി. ഇങ്ങനെ വന്നിക്കണോ? നിങ്ങളുടെ വിചാരം എന്താണ്? ഞാൻ അങ്ങനെ എല്ലാത്തിനും നിന്നോർക്കുന്നേ. ആരമ്മ? സൂറാത്താന്റെ മാപ്പിള. എന്താ പറഞ്ഞീന്ന്? ആ ഒന്നുമില്ലടി, ആ സൂറാത്താന്റെ മാപ്പിളേ വന്നിട്ട് എന്താ പണി ചോദിച്ചേ. നിങ്ങള് മറച്ചൊക്കെ ഒന്നും വേണ്ട, ഞാൻ കേട്ട് പറയണത്. ഓലിക്കൊക്കെ ഇപ്പൊ എന്താ പറഞ്ഞൂടെ? ഞാനും മാപ്പിള ഇല്ലാതെ നിക്കല്ലേ. ഓലൊക്കെ ഒരു വിചാരം ഞാന് ഇന്നെ എല്ലാരും കിട്ടുന്നാണ്. ഒറ്റക്കായ എല്ലാ പെണ്ണുങ്ങളെ അവസ്ഥ ഇതന്നെയാണ്. നമ്മുടെ കുട്ടി നല്ല ശ്രദ്ധിക്കണം കേട്ടോ. ആൾക്കാരുടെ ഇടയിലൊക്കെ ഓലൊക്കെ വിചാരം ഉണ്ടാവും ചോദിക്കാനും പറയാനൊന്നും ആരും ഇല്ലാന്നുള്ളത്.
നമ്മളെ അവസ്ഥ നമ്മക്കല്ലേ അറിയുള്ളൂ. എല്ലാ പെണ്ണുങ്ങളും ഒരുപോലെ എന്നാണ് ഓരൊക്കെ മനസ്സിൽ. ഇജ്ജ് അതൊന്നും കാര്യാക്കണ്ട. അനക്ക് പഠിക്കാനൊന്നും ഇല്ലേ? ഞാൻ പഠിക്കാൻ നിക്കന്നെന്ന്. എന്നാ വേഗം പോയി പഠിച്ചു. ഇനിയിപ്പോ എന്തായാലും അടുത്ത മാസം പരീക്ഷയാണ് വരുന്നത്. ഇനി ആ പരീക്ഷയിലൊന്നും തോൽക്കാതിരിക്കേ. അന്റെ ഉപ്പാന്റെ ഏറ്റവും വലിയ ആഗ്രഹം തന്നെയില്ലേ നല്ല പഠിപ്പ് വേണം, ജോലി വേണം എന്നൊക്കെ ഉള്ളത്. ഉമ്മാടെ കുട്ടി അതൊന്ന് നോക്കി നല്ല പഠിക്കേ, നമ്മ ഉപ്പാക്ക് വേണ്ടിട്ടേലും. എന്തൊക്കെ ഉണ്ടാവാൻ പോകുമെന്ന് ആർക്കറിയാം പഠിച്ചോനെ. ഒരു സമാധാനല്ലേ ഇതിനായിട്ട് നിന്നിട്ട്. ഇതിനൊന്ന് കരക്കെ എത്തിച്ചാലുള്ള ഇപ്പൊ ഒരു സമാധാനാവും. അല്ലടി മോളെ, നീ അല്ലേ പറഞ്ഞത് 2 ദിവസം കഴിഞ്ഞ ടൂറ് പോകണ്ടെന്ന്. എന്നിട്ട് പിന്നെ എന്താ വന്നിട്ടൊന്ന് പറയുകയൊന്നും ചെയ്യാൻ നീ? അത് 2-ാം തീയതിയാണ്. ഞാൻ പോണില്ലമ്മ. എന്തപ്പ അങ്ങനെ? ആദ്യം പറഞ്ഞു ഞാനും കൂടി പോട്ടേന്ന് ചോദിച്ചു നിന്നോട്. നിങ്ങളെ ഞാൻ ഒറ്റക്കാക്കിട്ട് എങ്ങനെ പോവാനാ? ഞാൻ പോണില്ല. ഞാൻ ഒറ്റക്കാവണോ നോക്കി നിന്നാലേ ഇമ്മാടെ കുട്ടിക്ക് ഒന്നും നടക്കൂല. പിന്നെ എന്നും ഇപ്പൊ ഒരാളുണ്ടാവൂലല്ലോ. നമ്മൾ ഒറ്റക്ക് നിന്നൊന്ന് പഠിക്കൊക്കെ വേണ്ടേ? ഇജ് പോയിക്കോ, ഞാൻ അമിനാത്താടെ നിന്നുണ്ട്. വേണ്ടമ്മ, നിങ്ങൾ ഇവിടെ ഒറ്റക്കല്ലേ. നമ്മ എപ്പ ഉണ്ടായിരുന്ന നിങ്ങൾ ഒറ്റക്കാക്കും കൂടി ചെയ്തില്ല. ഞാൻ ഒറ്റക്കിട്ട് പോയിട്ട് എന്ത് സമാധാനം കിട്ടാനാ? അതൊന്നും പറഞ്ഞാ പറ്റൂല. നമ്മടെ കുട്ടി ഒരു കൊല്ലം കൂടെ അല്ലേ ഉള്ളു എന്റെ കൂട്ടുകാരപ്പോ. പിന്നെ വേറെ ഏതെങ്കിലും ഒരു കോളേജിക്ക് ഇച്ച് പോയിക്കോ, സാരില്ല. അമ്മ എങ്ങനെയൊക്കെ പൈസ ഒപ്പിച്ചേരാം. ഞാൻ ചോദിച്ചിട്ടുണ്ട്, ഞാൻ പണിയെടുക്കണ ആളെ ചോദിച്ചിക്കണ്. അപ്പൊ ഒരു തരാന്ന് പറഞ്ഞിട്ടുണ്ട്. അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. നമ്മടെ കുട്ടി പോയിക്കോ. ജിന്റെ ഒരു കാര്യം നോക്കണ്ട. അത് ആലോചിച്ച് വിഷമിക്കും വേണ്ട. ചാമ്പക്കൊക്കെ ആകെ നാശായി പോയിക്ക്. ആ പെണ്ണിനോട് ഞാൻ പറഞ്ഞാണ് പൊട്ടിച്ചു കൊണ്ടുപോവാൻ. അപ്പൊ ഓള് പിന്നെ പൊട്ടിച്ചു കൊണ്ടുപോയിക്കൊണ്ട്. ഇവിടെ അയൽവാസികൾക്ക് കുട്ടികൾക്കും വേണ്ടപ്പത്. പൊട്ടിച്ചിട്ട് 4 സുലുവിന്റെ പെണ്ണിന് കൊണ്ടുകൊടുക്കട്ടെ. അതിനാണെങ്കിൽ സ്കൂളിട്ട് വന്നാ പിന്നെ പൊട്ടിക്കാനും നേരം ഉണ്ടാവൂല. ഓള് പൊട്ടിക്കാൻ പറയലേ, കൂടി ഉണ്ട് ഒക്കെ വീണ് പോവ. കാലോടാണ് കൂടെ ഇറങ്ങാൻ. സുലിയ, മകളോടും കൂടി നല്ല വർത്താനാണല്ലോ. ആര് വിളിക്കണ്ടും അവിടെ ചെല്ലട്ടാ. ഇരുന്ന് പഠിച്ചോ. പൈസ നാളെ അല്ലെങ്കിൽ മറ്റന്നാ കൊണ്ടുപോവാ. നാളെ ഞാൻ പണിസ്ഥലത്ത് പോയിട്ട് വാങ്ങിയിട്ട് മറ്റന്നാൾക്ക് കൊണ്ടുപോവാ. ഞാൻ പോയോക്കട്ടെ ആരാണെന്നുള്ളത്. ഉമ്മാനെ ഒറ്റക്കാക്കിട്ട് പോവാനും സമാധാനമില്ല. അമ്മ ആണെങ്കി ഇപ്പൊ ഒന്നും സമ്മതിക്കണമില്ല. കഥ സൂര്യ, ആമിന ഇജ്ജയിന്. ഞാൻ ഇപ്പൊ എന്റെ മകളോട് എന്നെ പറ്റി പറഞ്ഞിട്ടുള്ളൂ. എന്താടി മകളായിട്ടൊരു വർത്താനൊക്കെ? അന്നെടി ഓള് സ്കൂളിന്ന് കോളേജിൽ നിന്ന് ടൂർ പോകുന്നുണ്ട്. അപ്പൊ പെണ്ണിനോട് പറഞ്ഞിട്ട് പെണ്ണും കേക്കണ്ടേ? ഞാൻ പോണില്ലാന്ന് പറയാ. അതെല്ലാ മക്കളും കണക്കാ, അങ്ങനെ തന്നെയാണ് ഓല്.
ആ ഞാൻ പറഞ്ഞടി ഓളോട് ഞാൻ ഇവിടെ നിന്നോളാം, ഞാൻ എന്റെ അടുത്ത് വന്ന് നിന്നോളാന്ന് പറഞ്ഞു. പെണ്ണിന് പേടിയാണ്. ഞോളെ വാപ്പ ഉണ്ടായിരുന്നൊന്നും ഒറ്റക്ക് ആക്കിട്ട് കൊടുക്കും പോയില്ലല്ലോ. ഞാൻ ഓളോട് അറിയാം എന്നിപ്പോ ഒരാളുണ്ടാവും നമുക്ക് തുണക്കുന്ന്. അഴിജ് പറഞ്ഞത് ശരി തന്നെയാണ്. എന്നിപ്പോ ഒരാള് നമുക്ക് തുണക്കുണ്ടാവോ? എല്ലേതിപ്പോ നമ്മള് നോക്കന്നെ വേണ്ടേ. ഇജ് എന്തായാലും ആണ്ട് വന്നാ മതി. ഞാനും അവിടെ ഒറ്റക്കന്നല്ലേ ഉള്ളൂ. മരോളാണെന്നുണ്ടെങ്കിൽ പോവും ചെയ്തിരിക്കും. ഇന്നിത് കുറച്ച് ചാമ്പക്കെടി ഞാൻ അവിടുന്ന് പൊട്ടിച്ചതാണ്. ഇനിയും ഉണ്ടായിപ്പോ പൊട്ടിക്കാന്. ഇങ്ങനെ പൊട്ടിച്ചോളും. പെണ്ണിനോട് ഞാൻ പൊട്ടിക്കാൻ പറിച്ചിട്ടുണ്ടെന്ന് ഓർ കേക്കായാണ്. പിന്നെ ഒന്നാമത് എവിടെ നേരം, ക്ലാസ് കഴിഞ്ഞാ പെരേക്ക് വരിക, പഠിക്കുക, പിന്നെ ക്ലാസ്സിന് പോകുക തന്നെ അല്ല ഇപ്പൊ പണി. പുറത്തേക്കൊന്നാണ്ട് ഇറങ്ങിയാലല്ലേ ഉള്ളൂ. ഇനി ഓളോട് ഞാൻ പറഞ്ഞോണ്ട് പൊട്ടിക്കാന്. അത് ശരിയാണ്. നെജ്ജയിലും പൊട്ടിച്ചുകൊണ്ട് അച്ചാറ് ഇടുക അല്ലെങ്കിൽ സുർക്കയിലിടുക ചെയ്താ ഈ മഴ പെയ്തിട്ടടി ഒക്കെ ചീഞ്ഞ് പോയിക്കണം, ഒക്കെ വീണിക്കണ നിലത്ത്. മഴ ഇതാ പിന്നെ ഒക്കെ കണക്കാം, ഒക്കെ ചീഞ്ഞ് ചാടും. എന്നാലേ ഇതെന്തായാലും ഓള് പോയി കഴിഞ്ഞാൽ അത് വായി. എന്നപ്പോ പോണത്? ഓൾക്ക് ഇന്ന് 2-ാം തീയതിയോ 3-ാം തീയതിയാണ് ടൂറ്. അപ്പൊ ഞാൻ ആട് വരണ്ട്. അജാട് പോരെ. എന്തായാലും ഇനിയിപ്പോ ഇവിടെ ഒറ്റക്ക് നിൽക്കാണ്ട് ഓൾക്ക് സമാധാനം ഇല്ലാന്നുണ്ടെങ്കിൽ. ആമിനകത്ത് ഞാൻ പോകുമ്പോ എന്റെ ഉമ്മാനെ നോക്കൊണ്ടിട്ടോ. പിന്നെ എന്റെ ഉമ്മാനെ നോക്കാൻ എന്റെ ഉമ്മ എന്താ കിള്ളക്കുട്ടിയല്ലേ? പോയിക്ക് പെണ്ണെ ചവിടുന്നു. ഇജ്ജ് കാണുന്നതിന്റെ മുന്നേ കാണു തുടങ്ങിയല്ല എന്റെ ഉമ്മാനെ ഞാന്. എന്റെ ഉമ്മാനെ ഞാനും ഓളും ഒപ്പം പഠിച്ച ആൾക്കാരാണ്. പിന്നെ ഓക്ക് എന്ത് മടി ആണ്ട് വരാന്. എന്റെ ഉമ്മ അവിടെ അന്നോളും. ഞാൻ നോക്കിക്കൊണ്ട് എന്റെ ഉമ്മാനെ. ഇജ്ജ് ഒരു പേടിയും പേടിക്കണ്ട. ഇജ്ജ് പോയിക്കോ. അങ്ങനെ തന്നെ അല്ലേ ഇപ്പൊ ഒക്കെ ഇങ്ങനെ പോക്കൊക്കെ ഉണ്ടാവുള്ളൂ. പിന്നെ പിന്നെ ഒക്കെ കണക്കേക്കാരം. ഇജ്ജ് പോയിക്കോ. താത്താന്റെ കുട്ടി പോയിട്ടു ആയ. അത് എനിക്കറിയാലോ. നിങ്ങളൊരു സമാധാനത്തിലാണ് ഞാൻ എന്റെ ഉമ്മാനെ ഉണ്ടാക്കി പോണത്. ഇന്ന് ചേച്ചി അല്ല. എന്നിട്ട് എന്റെ കൂട്ടുകാരികൾക്കൊക്കെ ഒന്ന് വിളിച്ചു പറഞ്ഞാ ഉണ്ട് എന്നുള്ളത്. ഞാൻ വിളിച്ചറിഞ്ഞോളാം. പാവാണ്. ഇനി പേടിയായിട്ടേ സമാധാനം ഇല്ലായിട്ടാണ് ഒന്നാമത്. അടി അത് ഉണ്ടാവൂടി. അന്നെ ഒറ്റക്കാക്കിട്ട് ഈ ഒരു പെരന്റെ ഉള്ളിൽ ഒറ്റക്കാക്കിട്ട് പോണ്ടേച്ചിട്ടേക്കാരം. സാരമില്ല, ഒക്കെ ശരിയാവൂടി. എല്ലാം റെഡിയാവും. ഇന്നാലാണ്ട് വരുകൊണ്ടിട്ടാണ്. ഞാൻ പോട്ടമ്മളെ ഒരുപാട് പണികളുണ്ട്. ഇന്നിപ്പോ ഒരു മയക്കൊരു ഒഴിവ് കാണാനുണ്ട്. എപ്പോഴാണ് അവർക്ക് കൂടെ പൊട്ടിച്ചാടുക. അപ്പുറത്താണെങ്കിൽ ആകെ കച്ചറിയും ചമ്പലും ചാടിയിട്ട് അത് നേരാക്കണ്ട്. പോയാക്കട്ടെട്ടാ. എന്താ കൂട്ടാൻ വെക്കറബേ. കൂട്ടാൻ വെക്കാനൊന്നും കിട്ടിയിട്ടില്ല. ഓലെ പീടിയെ പോയിട്ട് സാധനം കടം വാങ്ങാന്ന് പറഞ്ഞ എത്ര വെച്ചിട്ടാ വാങ്ങാ. മായമാക്ക് പറഞ്ഞിക്ക് സാധനങ്ങളൊക്കെ വാങ്ങാൻ. എന്നാലും തക്കാളി എന്തെങ്കിലും താളിക്കാം. മതി മതിക്കോ. വാടകന്റെ താത്തനല്ലേ 1 മാസത്തെ തെറ്റും ചെയ്തു. ഹലോ താത്ത, അസ്സലാമു അലൈക്കും. എന്താ കൊഴപ്പൊന്നുമില്ല, ഇങ്ങനെ പോണു. പണികളൊക്കെ ഇതങ്ങനെ തീർന്നു. കൂട്ടാൻ വെക്കാന് ഒന്നും കിട്ടിയിട്ടില്ല. തക്കാളി എന്തേലും താളിക്കണം. പിന്നെ ഉണക്കൽമീൻ ഉണ്ടായിരുന്നു ഇവിടെ, അതുണ്ട്. 2 മാസത്തെ 1 മാസത്തല്ലേ തരാനുള്ളൂ. അതെ, അതൊന്നും എനിക്കറിയില്ല കേട്ടോ, കാക്ക തരാനുള്ളതൊന്നും. അത്യാവശ്യമായിട്ടാ. എനിക്കാണെങ്കി പൈസ ഒന്നും കിട്ടിയിട്ടില്ല. ഞാൻ
ഞാൻ അടുത്ത മാസം കൂട്ടി തരാച്ചിട്ടേന്ന്. ആ, ഞാൻ എങ്ങനെയെങ്കിലും ഒരു മാസത്തെ ആരോടെങ്കിലും ചോദിച്ചിട്ട് തരാൻ നോക്കാം. നിങ്ങള് കാക്കാനോടൊന്ന് പറയുവോ? ഞാന് ഒരു മാസത്തെ ഇപ്പൊ എന്നെ കൊണ്ട് പറ്റുള്ളൂ ഇപ്പൊ തരാന്. അതെ, ഞാൻ നോക്കട്ടെ, ആരോടെങ്കിലും ചോദിച്ചിട്ടേ ഞാൻ കൊടുന്നേരാം. ശരി. വലൈക്കും അസ്സലാം. ഇപ്പൊ എവിടുന്ന് ഞാനിപ്പോ പൈസ ഉണ്ടാക്ക പഠിച്ചോനെ? ആരോടാ ഞാൻ ചോദിക്ക? പെണ്ണിന് പോവാനുള്ള തന്നെ ഇപ്പൊ ഞാന് പണിയെടുക്ക കൊടുത്തു ചോദിച്ചതാണ്. ആരമ്മ വിളിക്കണ്? ആദ്യം നമ്മളെ വാടകന്റെ താത്ത വിളിച്ചാടി. ഇപ്പൊ ഉണ്ടാവുമ്പോ തന്നെ ഒരു മാസത്തെ പെൻഡിങ് അത്ര. ഇപ്പൊ നമ്മോട് പറഞ്ഞിട്ടില്ലല്ലോ, കൊടുക്കാന്ന് വിചാരിച്ചിട്ടുണ്ടാവും. അപ്പോത്തിന് എളുപ്പം ആക്സിഡന്റ് ഒക്കെ ഉണ്ടായത്. ഇനിയിപ്പോ നമ്മള് നിന്നിട്ട് ഒരു മാസത്തെ കൊടുക്കാനാണ്. അപ്പൊ ഇപ്പൊ വിളിച്ചേന്ന് ഓൾക്ക് പൈസ ഇല്ല, എന്താ തോട്ടത്തിത്തെ പണിക്കാർക്ക് കൂലി കൊടുക്കാനാണ് എന്നൊക്കെ പറഞ്ഞിരുന്നു. ഓല് പൈസ ചോദിച്ചോ? ഓൽക്ക് അതിനൊക്കെ ആവശ്യമുണ്ടമ്മ. ഒരു മാസം തെറ്റിയപ്പോത്തിന് തന്നെ ഓല് വിളിക്കണ്. നല്ല ഉള്ള ആൾക്കാരല്ലോ ഓലൊക്കെ. അതല്ലെങ്കിൽ അങ്ങനെ തന്നെ വരുള്ളൂ. നമ്മളെടുത്ത് കൊടുക്കാനില്ലല്ലോ, അപ്പൊ തീരെ കിട്ടൂലെന്ന് വിചാരിച്ചിട്ടേക്കാരും ഓല് വിളിച്ചിങ്ങനെ ചോദിക്കണത്. ഓൽക്കൊക്കെ എത്ര ഉണ്ടെങ്കിലും ഓലൊന്നും നമ്മക്ക് ഒരു ഇതൊന്നും തരൂല. ഇനിയിപ്പൊ ആരോടെങ്കിലും ചോദിച്ചിട്ട് കൊടുക്കണം. എത്രയാണ് കൊടുക്കാന്? 6000 ഉറുപ്പല്ലേ 2 മാസത്തെ? 2 മാസത്തെ തന്നെ വേണമെന്ന് അത്ര ഓലെ മാപ്പിള പറഞ്ഞതേ. അതില്ലാന്നുണ്ടെ നമ്മോട് ഇവിടുന്ന് ഇറങ്ങാനാ പറഞ്ഞു. വേറെ ഏതെങ്കിലും കോട്ടേഴ്സ് നോക്കാനാ പറഞ്ഞു. ഈ സാധനങ്ങളൊക്കെ എടുത്തിട്ട് എവിടേക്ക് പോവാനാ? ആരാ നമ്മളെ കൂടെ സഹായിക്കാന്? ഇനി എന്താ നമ്മള് കാട്ടുക? ഇനി എങ്ങനെയാ കൊടുക്കുക? എന്താ കാട്ടാന്ന് ഉമ്മാക്കൊരു കൊടുത്തില്ല. ആരോടെങ്കിലൊക്കെ ചോദിച്ചു നോക്കട്ടെ, എന്തേലൊക്കെ ചെയ്യാം. പക്ഷേ ഇനിയിപ്പോ ഇത് എങ്ങണ്ടുള്ള പോക്കറപ്പേ, ഒരു കൊടുത്തും കിട്ടുന്നില്ല. ഒരു പറ്റമ്മലുണ്ടായിരുന്നല്ലോ ഓളപ്പെടുത്താന്നത്, അത് പൊട്ടും ചെയ്തുക്കണം. അതാണ് കൊടുത്തിട്ട് കടങ്ങൾ കിട്ടും. പണ്ടൊന്നും ഉടലല്ല ഇപ്പൊ വലിയത്. ഞാൻ ആ പെണ്ണിനെ എന്തിനോ ഓരോ ഹോസ്പിറ്റൽ കേസോ അങ്ങനെ എന്തെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ എടുക്കാച്ചിട്ട് എടുത്തുവെച്ചതാ. ഇത് കൊടുത്തിട്ടില്ലെങ്കിൽ ഇപ്പൊ കിടപ്പാടും പോയി കിട്ടും. കൊടുക്കാതെ അതപ്പൊ നടക്കുള്ളൂ. നമ്മളെ കൊണ്ട് ഇപ്പൊ അതൊക്കെ അല്ലേ പറ്റുള്ളൂ. എന്താ ചെയ്യാ?